എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയൻ ഇതേപോലെയാണ്, അവിടെ ഭയങ്കര വിഷയമാണ്, ഭയങ്കര ഇതൊക്കെയാണ്, ബുദ്ധിമുട്ടാണ്, ഇത് നമ്മൾ ട്രെയിനിങ് ഒക്കെ വൻ ബുദ്ധിമുട്ടാണ്, അതിലൊന്ന് രണ്ട് സാറുമാരൊക്കെ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണത്തിന് വന്നതിന് ശേഷം അവന്മാരുടെ അടുത്ത് രണ്ടുപേരടുത്തും പറഞ്ഞു, പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെന്ന്. ഈ സാറുമാരുടെ കാര്യം പറയുമ്പോൾ എന്താ അവരെങ്ങനെ പെരുമാറിയിരുന്നേ? ഞാൻ ഒരുമാതിരി ഇങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം പെടുത്തുക, പിന്നെ അതെന്ന് വെച്ചാൽ ആ സ്ഥാനവും കൊടുത്ത്, പിന്നെ അതിലപ്പം നമ്മളെന്താണ് പറഞ്ഞ ഈ ജോലി കളയിലും പരമാവധി പിടിച്ചു നിൽക്കാനെന്നുള്ളൊരു നില, അവൻ അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ആ ജോലി വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്താണ് നടന്നതെന്നൊന്നും നമുക്കറിയില്ല, അവിടെ നടക്കണ വേറെ എന്താ. പിന്നെ ഓണം വരെ വന്നിട്ട് പോയപ്പോഴും നല്ല ഹാപ്പിയാണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്ത് ആ രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് എല്ലാവരുടെ അടുത്തും, അനിയന്മാരുടെ അടുത്തായാലും ആ ഫോൺ വിളിക്കുമ്പോഴെല്ലാം ആ രീതിയിൽ. പക്ഷേ അവനെന്തോ ഉള്ളിലെന്തോ ഉണ്ട്, നമ്മളുടെ അടുത്ത് അത് തുറന്നു പറയാൻ അവനോട് പറ്റില്ല, അത്രയ്ക്കും അവൻ മാനസികമായിട്ട് അവിടെ അനുഭവിക്കുന്നുണ്ടായിരിക്കുക. ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഏതൊരു ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞാൽ ബിബിൻ എന്നാ ബിബിൻ ബിബിൻ ഹവിൽദാർ ബിബിൻ എന്നാ പറഞ്ഞു. പിന്നെ അതേപോലെ അനിയന്മാരുടെ അടുത്തും അങ്ങനെ ആ പേര് പറഞ്ഞിട്ടുണ്ട്, ബിബിൻ എന്നൊക്കെ. ഇതിപ്പോഴേ നേരത്തെ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് കൊടുത്തല്ലോ, അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു ഡിപ്രഷൻ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ആനന്ദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവൻ ഒരു നല്ലൊരു വ്യക്തിയാണ്, അവൻ അങ്ങനെ മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോകുന്ന ആളെ പെട്ടെന്ന് മനസ്സ് തളരുന്ന ഒരാളൊന്നും അല്ലല്ലോ. അല്ല ദുഷില്ല ഒന്നും ഉള്ള ആളല്ല, അതുമല്ല അങ്ങനത്തെ ഒരാളല്ല. ഈ ജാതി പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറയുക കാണുന്നു ഉണ്ടായിരിക്കാം. കസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാനസികമായിട്ട് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അവർ നമ്മൾ ഒറ്റയ്ക്ക് നിർത്തി നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ അത് വേദനയാവില്ലേ. ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം, വേറെ ആൾക്കാർ കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചീത്തയായാലും വേറെ എന്തെങ്കിലും വിളിച്ചാലും മാനസികമായിട്ട് ഒറ്റപ്പെട്ട പോലെ ആവില്ലേ, അതേപോലെ ആയിരിക്കും എൻ്റെ അനിയനും അവിടെ സംഭവിച്ചു പോയത്. ജോലിയുടെ കൂടാതെ ജാതി പറഞ്ഞും അവർ സംസാരിക്കുന്നുണ്ടല്ലേ? ജോലി നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ തോന്നുന്ന താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തുകയാണ് ചെയ്യണം, എന്ന് വെച്ചാൽ നമ്മൾ ഉയർന്നു വരരുത്, അങ്ങനത്തെ മാനസികമായിട്ടുള്ള പീഡനങ്ങളായിരിക്കും. ഈ മുറിവിൻ്റെ കാര്യം എന്താ തോന്നുന്നത്? മുറിവിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല, എന്തോ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ, അതിലാണ് നമുക്കൊരു സംശയം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊരു വ്യക്തിയൊന്നുമല്ല, അത് നല്ലൊരു കുട്ടിയാണ്, വേറെ ഒരു അറിയാൻ വയ്യ എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ കാരണം അവൻ എങ്ങനെ ചെയ്താലും ഇതിൻ്റെ കാരണം എന്താണ്, ഇതിലോട്ട് പോകാനുള്ള കാരണം എന്താണ്, അതാണ് നമുക്കറിയാനുള്ളത്. ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യണമെന്നോ ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല? ഇല്ല, അവൻ അങ്ങനത്തെ അല്ല. അമ്മയുടെ അടുത്ത് മരിക്കണതിന് തൊട്ട് മുമ്പേ അവൻ നല്ല രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, നല്ല രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്ക് തോന്നണില്ല, അത്രയ്ക്കും അമ്മയുടെ അടുത്ത് നല്ല സ്നേഹമാണ്. എന്നാൽ അവൻ അങ്ങനെ ചെയ്യണമെങ്കിലും അവൻ അമ്മേനെ ഓർക്കും, അത്രയ്ക്കും അമ്മേനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അന്ന് ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ഉദ്യോഗസ്ഥരൊക്കെ പെരുമാറിയത്? അന്ന് നമ്മളെ എന്തോ ഒരു പൊട്ടനാക്കുന്നത് പോലെ ആണ്. അവൻ നമ്മളിങ്ങനെ പോകും, നമ്മളെ അതും ഇതും പറയുന്നു, അങ്ങനെ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരുമാതിരി പൊട്ടൻ രീതിയിലാക്കി അവർ ഇതായിട്ട് അവന് വേറെ വല്ലതും ഉണ്ടോ, മാനസികമായിട്ട് വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ, ഇങ്ങനെയാണോ എന്നൊക്കെ അവർ സംസാരിക്കണം. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു വല്ല ബുദ്ധിമുട്ടുണ്ടോ, അപ്പോൾ പറഞ്ഞില്ല, കുഴപ്പമില്ല. അപ്പോഴും അവൻ്റെ ഉള്ളിൽ എന്തോ പറയണമെന്നും ഉണ്ടായിരുന്നു, അവൻ ഒന്നും പറഞ്ഞില്ല, അവനെല്ലാം ഒന്നുമില്ലാത്ത ഗതി. അപ്പോൾ ആരെയും ഭയപ്പെട്ടിട്ടുണ്ടാവാം, ആരെങ്കിലുമൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ അവർ ഇപ്പം പറയണമെന്ന് വെച്ചാൽ അവൻ മാനസിക രോഗിയാണ്, അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് PSCയിൽ ജോലിക്ക് കയറ്റണത്? ശാരീരികമായിട്ട് ഉപദ്രവങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ടോ അവിടെ? അല്ല, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അതിനെപ്പറ്റിയൊന്നും എന്താണെന്ന് അവിടെ നടക്കണേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി നമുക്കൊരു ധാരണയില്ല. ഇപ്പോൾ അന്വേഷണം രണ്ട് രീതിയിൽ, ഇപ്പോൾ നിങ്ങളുടെ മൊഴിയെടുക്കാൻ വന്ന ഒരു ടീമുണ്ട്, അത് കൂടാണ്ട് ഇപ്പം അന്വേഷണം വേറെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷെ അതിൽ വിശ്വാസമില്ല എന്നാണോ? നമുക്ക് ആരും അന്വേഷിച്ചാലും അതിന് നീതി വേണം.
എന്താവോ ഏതാവോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും വിശ്വാസം നന്മയുള്ള ആരായാലെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനൊരു നീതി. ഇനിയൊരു കുട്ടിക്ക് ഈ ഒരു ഗതി വരല്, ആരെ മക്കൾക്ക് ഈ ഒരു ഗതി വരല്. അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മക്കളെയും അങ്ങോട്ട് അയക്കണത്. ഇപ്പോൾ പരാതികൾ വേറെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പരാതികൾ നമ്മൾ കൊടുക്കാനാണ് പോകുന്നത്. വേറെ എന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? വേറെ അന്വേഷണം നമ്മൾ ആവശ്യം ഇതിൽ നമുക്ക് ഒന്നും കണ്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് തന്നെ ചെയ്യണം. ജുഡീഷ്യൽ അന്വേഷണമാണ്. അന്വേഷണം. എൻ്റെ അനിയനൊരു ശാന്തി കിട്ടണം, അവൻ്റെ ആത്മാവിനൊരു ശാന്തി കിട്ടണം, അത്രയേ ഉള്ളൂ. അവൻ ഒന്നും തീക്കാതെയാണ് ഈ മണ്ണിൽ നിന്ന് പോയത്. അതിനി ആരായാലും അനുഭവിക്കും, എത്രയൊക്കെ ഇതായാലും അനുഭവിക്കും. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ദൈവം എന്ന് പറയുന്ന ആളുണ്ട്. നമ്മളാരെയും ചതിക്കാനോ വഞ്ചിക്കാനോ നമ്മൾ പോകുന്നില്ല. അങ്ങനെയുള്ളവർ കിട്ടും, അവർ ചോര ഉപ്പി തന്നെ ചാവും. അത് നമ്മൾ അറിയുകയും ചെയ്യും.